ഹലോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാലേ, എന്റെ ഹെയർ ഇങ്ങനത്തെ നിങ്ങൾ വിചാരിച്ചോ? നിങ്ങൾക്കെല്ലാം എന്റെ ഹെയർ ശരിക്കും ശരിക്കുള്ള ഹെയർ ഇങ്ങനെയാണ് എന്റെ ഹെയർ ടെക്സ്ചർ. കുളി കഴിഞ്ഞാലുള്ള എന്റെ ഒരു ഹെയർ ടെക്സ്ചർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, പക്ഷെ ഞാൻ സ്ട്രെയിറ്റ് ചെയ്തിട്ടിരിക്കുന്നതാണിപ്പോ. എനിക്ക് മുന്നുണ്ടല്ലോ, എനിക്ക് ഹെയർ സ്ട്രെയിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ശരിയാവാറുണ്ടായിരുന്നില്ല. അതിന്റെ ഒരു എന്താണ് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എങ്ങനെയാണ് അത് ശരിക്കും ചെയ്യുക, എപ്പോഴാണ് അത് ചെയ്യേണ്ടതെന്നൊന്നും എനിക്ക് അങ്ങനെ അറിയില്ല. അപ്പൊ ഞാൻ കുറേ പരീക്ഷ നോക്കി. ലാസ്റ്റ് ആണിപ്പോ ഏകദേശം ഒന്ന് ശരിയായിട്ട് വന്നിരിക്കുന്നത്. അത് ഇതും ഇടയ്ക്കിടയ്ക്ക് ശരിയാവാറുള്ളൂ, അത് വേറൊരു കാര്യം. അതെന്തുകൊണ്ടാണ് ഞാൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ ചെയ്യുമ്പോൾ ശരിയാവുന്നുണ്ട്. അതുകൊണ്ടാണ് എന്റെ മുടി ഇപ്പൊ ഇങ്ങനെ ഇത്ര വൃത്തിയിലും മെനക്കും കെടുക്കുന്നത്. ഭയങ്കര പെയിൻ സ്ട്രെയിറ്റ് ഒന്നും എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഇത്രയ്ക്ക് ആക്കുന്നുള്ളൂ. ഓരോ ഏഴ് എടുത്തിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയ്യാൻ എനിക്ക് വയ്യ, അതെനിക്ക് ഇഷ്ടമല്ല. സോ ഇങ്ങനെ എടുക്കുമ്പോൾ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ എന്റെ മുടിക്ക് നോക്കിയാണ്, എന്റെ ഫേസ് നോക്കിയാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങനെ ചെയ്യുന്നുള്ളൂ. ഓരോ ഏഴെടുത്ത് സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ട കാര്യം എനിക്കില്ല. അത്രയ്ക്ക് പ്രൊഫഷണലായിട്ട് ചെയ്യേണ്ട കാര്യം എനിക്ക് വേണ്ട, അങ്ങനെ വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ കുളി കഴിഞ്ഞിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള ഹെയറിലാണ് ഇത് ചെയ്യുന്നത്. കുളി കഴിഞ്ഞ് കുറെ ഉണങ്ങിക്കഴിഞ്ഞ് കുറെ നല്ലോണം ഡ്രൈ ആയിട്ടുള്ള ഹെയറിൽ നമ്മൾ സ്ട്രെയിറ്റനിങ് ചെയ്താൽ ശരിയാവില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. എനിക്ക് അങ്ങനെ വർക്കായിട്ടില്ല കേട്ടോ. എനിക്ക് വേറെ ആൾക്കാരുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത കാര്യമാണ് ഞാൻ പറയുന്നത്. കുറെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ മുടി കുറെ നേരം ലോങ് ലാസ്റ്റ് ചെയ്യണമെങ്കിലും, അതായത് ഇതേ ടെക്സ്ചറിലൊക്കെ എടുക്കില്ല, പക്ഷെ കുറച്ചിങ്ങനെ വേവി ആയിട്ടാണെങ്കിലും മറ്റേ നേരത്തെ ഞാൻ കാണിച്ചില്ല അതുപോലെ കിടക്കുന്നുണ്ട്. കുറച്ച് മാനേജബിൾ ആയിട്ട് കിടക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുമ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഞാൻ നോവ എന്ന് പറഞ്ഞൊരു ഹെയർ സ്ട്രൈറ്റനർ വെച്ചിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് സ്ട്രൈറ്റനിങ് ചെയ്യുന്നത്. മുന്നേ ഞാനൊരു വേറെ സ്ട്രൈറ്റനർ വെച്ചിട്ടുണ്ടായിരുന്നു. അത് മേടിച്ചപ്പോൾ എനിക്ക് അറിയില്ല എങ്ങനെ യൂസ് ചെയ്യാന്നത്. നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 2 മിനിറ്റ് വരെ 2 സെക്കൻഡ് പോലും നിൽക്കില്ല. അപ്പൊ പിന്നെ സ്ട്രൈറ്റനിങ് സെറ്റ് ഒരു വേറെ യൂസ് അതിങ്ങനെ ഇതാക്കി എടുക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ അഫോർഡബിൾ ആയിട്ടൊന്ന് തപ്പി കണ്ടുപിടിച്ചതാണ് ഈ നോവ എന്ന് പറഞ്ഞ ഹെയർ സ്ട്രൈറ്റനർ. അത് തപ്പി കണ്ടുപിടിച്ച് അതും യൂസ് ചെയ്ത് നോക്കിയപ്പോഴാ ഇതെന്റെ പ്രശ്നം. കുറച്ച നേരമല്ലാണ്ട് എന്തോ മുടിയിൽ സ്ട്രൈറ്റൻ ആയിട്ട് ഇരിക്കില്ല. എനിക്കപ്പോ ഭ്രാന്ത് പിടിക്കുന്നു. വെറുതെ എന്തെങ്കിലും പൈസ മേടിച്ച് കളഞ്ഞെന്നുള്ളൊരു മൈൻഡായിരുന്നു. അപ്പൊ ഇത് കുറെ നാളായിട്ടോ മേടിച്ചിട്ട്, എന്നിട്ട് ഞാനത് യൂസ് ചെയ്യാറില്ല. ഈ റീസെന്റ് ആണ് ഇപ്പൊ ഞാൻ ഇങ്ങനത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. മുടി ഭയങ്കര സ്ട്രൈറ്റൻ അല്ലെങ്കിലും ഇതുപോലെ സ്ട്രൈറ്റൻ ആയിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇരിക്കില്ല. കുറച്ച് കഴിയുമ്പോഴോ, അതായത് ഇപ്പൊ നാളേക്ക് ആവുമ്പോൾ കുറച്ചുകൂടി വേവിയായി. അതെനിക്കിഷ്ടമാണ്. അതായത് പിൻ സ്ട്രൈറ്റ് ആയിട്ട് കിടക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ കിടക്കുമ്പോൾ എനിക്കിഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ഒരു മെത്തേഡാണ് പിന്നെ യൂസ് ചെയ്യുന്നത്. ഇതെല്ലാവരും മുടിയിൽ വർക്കാവുന്ന വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്റെ മുടിയിൽ ഇത് അത്യാവശ്യം എനിക്കിഷ്ടമുള്ള പോലെ എന്റെ മുടിക്ക് എടുക്കാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഞാൻ കാണിച്ചു തരാം. അപ്പൊ സ്ട്രെയിറ്റ്നർ എന്ന് പറയുന്നത് 1 മിനിറ്റ് ഇപ്പൊ കാണിച്ചിട്ടാണ്. അപ്പൊ സ്ട്രെയിറ്റ്നർ എന്ന് പറയുന്നത് ഇതാണ്. നോവയുടെ ഒരു ഹെയർ സ്ട്രെയിറ്റ്നർ ആണ്. ഞാൻ മേടിച്ച ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പൊ ഇതാണ് ഞാൻ മേടിച്ച് ചെയ്യുന്നത്. ഇതിനിപ്പോ ഞാൻ കുളി കഴിഞ്ഞ് ഉടനെ ഇത് ചെയ്യുമ്പോൾ നല്ല സെറ്റായിട്ടിരിക്കുന്നുണ്ട് മുടി. അപ്പൊ എനിക്കിതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കൂടി കാണിച്ചതാണ്, നിങ്ങൾക്ക് കൂടി ഹെൽപ്ഫുൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലതല്ലേ. അതിന് വേണ്ടിയിട്ട് അപ്പൊ ഞാൻ എന്തായാലും ഇത് കാണിച്ചിടാം. അപ്പൊ കണ്ടുനോക്കിയിട്ട് എങ്ങനെയാണ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയോ എന്നൊക്കെ പറയണേ. അപ്പൊ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ എന്തായാലും കമന്റ് ബോക്സിലേക്ക് കാണട്ടോ. അപ്പൊ ഇതാണ് എന്റെ കുളി കഴിഞ്ഞിട്ടുള്ള എന്റെ മുടിയുടെ അവസ്ഥ. കുളി കഴിഞ്ഞിട്ട് ഞാൻ എന്താ പറയാ, ഈരിട്ടൊന്നുമില്ല, മുടിവ് തൊട്ടട്ടേ ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല മുടിവ്. എന്റെ ഫ്രഷ് ആയിട്ടുള്ള ഹെയർ ആണിത്. നല്ല കേളി ആയിട്ടുള്ള, നല്ല കേളിയല്ല, പക്ഷെ ഇവിടെ കണ്ടോ നല്ല കേളി ആയിട്ടുള്ള ഹെയറാ. എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. പക്ഷെ കണ്ടോ, ഇവിടെ കണ്ടോ, ഇവിടെ ഒന്നും ഒട്ടും ക്ലിയർ അല്ല, സോറി കേളി അല്ല, തെറ്റിപ്പോയി പെട്ടെന്ന്. അപ്പോ എനിക്ക് ഇങ്ങനെ എന്താ പറയാ, ഒരു സുഖമില്ലാത്ത പോലെ തോന്നും. അപ്പൊ ഞാൻ റീസെന്റ് ആയിട്ട് കണ്ടില്ലേ, ഇപ്പൊക്കെ എന്ത് നല്ല അടിപൊളി കേൾസാ നോക്കി. ഇത് തന്നെ എല്ലായിടത്തും ആയിരുന്നെങ്കിൽ എന്ത് അടിപൊളിയായിരുന്നു. പക്ഷെ അങ്ങനെയല്ല എന്റെ ഹെയർ കിടക്കുന്നത്. പലതും പല ടൈപ്പിലാണ് കിടക്കണം. ഇവിടൊക്കെ എന്ത് രസമായിട്ട് കിടക്കണേ നോക്കൂ.
അപ്പൊ എന്റെ ഹെയറിന് എങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. അപ്പൊ അതിന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പോൾ എല്ലാവരും പല പല ഹെയർ ടെക്സ്ചർ അല്ലേ, അപ്പൊ അതിനനുസരിച്ച് അത് വർക്ക് ആവത്തുള്ളൂ. അപ്പൊ എന്റെ ഹെയറിൽ ഇത് വർക്ക് ആയെന്ന് വെച്ചിട്ട് എല്ലാവരും ഹെയറിൽ ഇത് വർക്ക് ആവണമെന്നില്ല. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ജസ്റ്റ്. അപ്പൊ ഞാൻ എന്തായാലും കാണിച്ചിട്ട് എങ്ങനെയാണ് ചെയ്യാറ്. ഹെയർ സ്ട്രെയിറ്റ് ചെയ്തിട്ടല്ല, ഒന്ന് ഇങ്ങനെയുള്ളൊരു സംഭവം ഒന്ന് മാറ്റിയിട്ട് ഒന്ന് ഒതുങ്ങി ഇങ്ങനെയാണ് പിന്നെ മുടി വയ്ക്കുന്നത്. കണ്ടോ, ഈ ഒരു ഇതൊക്കെ ഉള്ളിൽ കണ്ടോ, ഉള്ളിൽ വേറെ ടെക്സ്ചർ, ഇവിടെ വേറെ ടെക്സ്ചർ. അപ്പൊ അതൊക്കെ ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ കുളി കഴിഞ്ഞിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള ഹെയർ ആണ്. ഞാൻ കുളി കഴിഞ്ഞതിന് ശേഷം ഉണങ്ങണ സമയത്ത് തല ഈരാനോ പിടിക്കാനോ ഒന്നും നിന്നിട്ടില്ല. അങ്ങനത്തെ ഒരു ഹെയർ ആണ് ഇപ്പൊ ഇരിക്കുന്നത്. എന്നിട്ട് ഞാൻ ഇപ്പോഴാണ് അതൊന്ന് ഈരൊന്ന് സെറ്റ് ആക്കുന്നത്. സ്ട്രെയിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് കോംബ് ചെയ്യണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ കോംബ് ചെയ്യുന്നത്. ഇതുവരെ ഞാൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഹെയറിൽ. അപ്പൊ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് നോവയുടെ ഒരു സ്ട്രെയിറ്റ്നർ ആണ്. ഇത് ഞാൻ മീഷോന്നാണോ ഫ്ലിപ്കാർട്ടിൽ നിന്നാണോ മേടിച്ചത് എനിക്ക് ഓർമ്മയില്ല, ആണ് മേടിച്ചത്. അപ്പൊ ഒരു 300-400 അങ്ങനെ സംതിങ് ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് എന്റെ ഓർമ്മ. ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് ഓൾറെഡി ഹീറ്റ് ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. ഫുൾ ഹീറ്റിലാണ് ഇട്ടേക്കുന്നത്. ഞാനൊരു ഹെയർ സെറാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് ലോറൽ പാരസിന്റെ ആ ഒരു ഗോൾഡൻ ബോട്ടിലുള്ളൊരു ഹെയർ സെറല്ലേ, അതാണ്. അതിന്റെ ഫോട്ടോ ഞാൻ വെക്കാട്ടോ. ഇതിപ്പോ വേറൊരു ബോട്ടിൽ ഒഴിച്ചു വെച്ചേക്കാണ്, അതുകൊണ്ടാണ് ആ ബോട്ടിൽ കാണിക്കാത്തത്. അത് നമ്മുടെ ലെങ്ത്തിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനു മുന്നേ ഞാൻ ഷാമ്പു ഇട്ടിട്ട് കണ്ടീഷണർ ഇട്ടിട്ടില്ല. ഈ ഹെയറിൽ കണ്ടീഷണർ ഇടുമ്പോൾ എനിക്ക് വർക്ക് ആവാത്ത പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇതിൽ കണ്ടീഷണർ ഇട്ടിട്ടില്ല. അതായത് ഞാൻ ഇപ്പൊ ഈ സ്ട്രെയിറ്റനിങ് ചെയ്യണം എന്ന് തോന്നുമ്പോൾ ഞാൻ കണ്ടീഷണർ യൂസ് ചെയ്യാറില്ല. എന്നിട്ട് നേരിട്ട് ഇപ്പൊ ഈ സെറം തേച്ചിട്ട് ഞാൻ പിന്നെ സ്ട്രെയിറ്റ് ചെയ്യാറാണ് ചെയ്യണത്. ഞാൻ വീണ്ടും പറയാണ്, ഇത് നല്ലതാണോ പൊട്ടയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ എന്റെ ഹെയറിൽ വർക്ക് ആയപ്പോ ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ ഞാൻ അത് സ്ട്രെയിറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര പിൻ സ്ട്രെയിറ്റ് വേണ്ടാത്തതുകൊണ്ട് ഓരോ ഇഴയെടുത്ത് ഞാൻ ചെയ്യുന്നില്ല. ഈ ഫ്രണ്ടിലത്തെ ഭാഗങ്ങൾ നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഞാൻ സ്ട്രെയിറ്റ് ചെയ്യും. ബാക്കിയുള്ള ഭാഗങ്ങൾ ജസ്റ്റ് ഇങ്ങനെ വെറുതെ സ്ട്രെയിറ്റ് ചെയ്ത് വിടുകയെ ചെയ്യുള്ളൂ കേട്ടോ. ഇതിപ്പോ ഇങ്ങനെ തന്നെ കെടുക്കില്ല. ഞാനിപ്പോ ഈ സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിയുമ്പോൾ ഞാൻ മുടി കെട്ടി വെച്ച് കിടന്നുറങ്ങി കഴിഞ്ഞ് രാവിലെ ആയിട്ട് എഴുന്നേൽക്കുമ്പോൾ അത് കുറച്ചും കൂടി വളഞ്ഞും പുളഞ്ഞൊക്കെ കെടുക്കുന്നുണ്ടാവും. പക്ഷെ അതെനിക്ക് ഇഷ്ടമില്ലാണ്ടുള്ളൊരു നാച്ചുറൽ ആയിട്ട് കെടുക്കുന്ന പോലെ തന്നെ ഫീൽ ചെയ്യും. പിന്നെ എന്താന്ന് വെച്ചാൽ ആ ഒരു ഫസ്റ്റ് തന്നെ ഈ ഒരു സ്ട്രെയിറ്റ് ചെയ്യുന്ന മുന്നത്തെ ഷോട്ടിൽ കാണിച്ചില്ലേ, ഒരുമാതിരി ബുമ്മെന്നിരിക്കുന്ന മുടി, ആ മുടി ഉണ്ടാവില്ല. അത്യാവശ്യം മാനേജബിൾ ആയിട്ട് നമുക്ക് ഇടാൻ പറ്റും. അല്ലാണ്ട് നമുക്ക് ബുമ്മെന്നിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മുടി ഭയങ്കരമായിട്ട് ഒരു സുഖം ഉണ്ടാവില്ലല്ലോ കെട്ടാൻ വേണ്ടിയിട്ടും വഴിച്ചിടാൻ വേണ്ടിയിട്ടൊന്നും. പക്ഷെ ഇതാവുമ്പോൾ നമുക്ക് കുറച്ച് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ലോങ് ലാസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ടെക്സ്ചർ പോലെ കെടുക്കില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇപ്പോഴത്തെ ടെക്സ്ചർ പോലെ കെടുക്കില്ല. കുറച്ച് കഴിയുമ്പോൾ അത് കുറച്ചും കൂടി വീവി ആയിട്ട് കെടുക്കുന്നുണ്ടാവും. കണ്ടില്ലേ ഒരു സൈഡിൽ തന്നെ ഡിഫറൻസ് കണ്ടില്ലേ, ഒരു സൈഡിൽ ചെയ്തപ്പോൾ തന്നെ. അപ്പൊ അപ്പുറത്തെ സൈഡിലും കൂടി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. മുടിക്ക് ഡാമേജ് വരുന്നത് ഭയങ്കരമായിട്ട് കുറയ്ക്കും. ഇതിങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹെയറിന് എന്തായാലും ഡാമേജ് ഉണ്ടാവും. ഇപ്പം എൻ്റെ തുമ്പിനൊക്കെ നല്ല, അതായത് മുടിയുടെ തുമ്പുകളൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അതിങ്ങനെ സ്ഥിരം യൂസ് ചെയ്തിട്ടാണ്. അപ്പം നിങ്ങളത് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് ഹീറ്റിംഗ് സ്പ്രേ ഇല്ല. അപ്പോൾ നിങ്ങളുടെ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. ഇത് സ്ഥിരം യൂസ് ചെയ്ത് ഉറപ്പാണ് നമ്മുടെ ഹെയറിന് എന്തായാലും ഡാമേജ് വരും. അപ്പം അതിനനുസരിച്ചിട്ടേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പം എൻ്റെ മുടി ഇത് ഇങ്ങനെ ആയിട്ടുണ്ട്. നാളെ ആകുമ്പോഴേക്കും കുറച്ചും കൂടി അതൊരു വേവി ആയിട്ടുണ്ടാവും, കുറച്ചും കൂടി മാനേജബിൾ ആയിട്ടിരിക്കും. നല്ല രസമാണ്, എനിക്കിഷ്ടമാണ് കേട്ടോ അങ്ങനെ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. 1-2 കമന്റ് വീണ്ടും വന്നുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.